ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മകനുമായി വളരെ ആരോഗ്യകരമായൊരു തർക്കം നടന്നു. കാരണം തർക്കങ്ങൾ പല രീതിയിലുണ്ട്. അടികൂടുന്ന തർക്കങ്ങൾ, ഇതങ്ങനെയല്ല, ആരോഗ്യകരമായ തർക്കം. എൻ്റെ GP ടോക്സിൻ്റെ പേര് ഞാൻ ന്യൂറോ നഡ്ജ് എന്നാക്കാമെന്ന് പ്രപ്പോസ് ചെയ്തു. നിങ്ങൾക്കറിയാമോ എന്താണ് ന്യൂറോ നഡ്ജ് എന്ന് പറഞ്ഞാൽ? ന്യൂറോ നഡ്ജ് എന്ന് പറഞ്ഞാൽ ട്യൂക്ക് യുവർ ബ്രെയിൻ ആൻഡ് ബി എ ഹ്യൂമൻ. അപ്പോൾ ചോദിക്കും, നമ്മൾ മനുഷ്യരല്ലേ എന്ന്. അതെ, നമ്മൾ രൂപത്തിൽ മനുഷ്യരാണ്, പക്ഷേ സ്വഭാവത്തിൽ പലപ്പോഴും നമ്മൾ മനുഷ്യരല്ല. GP ടോക്സിലൊരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 10 മാസം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവസാനം ഇട്ട ഷോർട്സ് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ഒരെണ്ണം ഇട്ടത് ഈ കഴിഞ്ഞ 26-ാം തീയതി ഇലക്ഷൻ സംബന്ധിച്ചാണ്. അപ്പോൾ ഇലക്ഷൻ്റെ അന്ന് ഞാൻ നമ്മുടെ രാജ്യം നല്ലൊരു ജനാധിപത്യ രാജ്യമാകട്ടെ, എല്ലാവർക്കും ജനാധിപത്യ ബോധം ഉണ്ടാകട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും അത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ജനാധിപത്യത്തിന് വളരെ വൈഡായിട്ടുള്ള ഒരു അർത്ഥമാണുള്ളത്. നമ്മളെല്ലാവരും ജനാധിപത്യവാദികളാവണം, അല്ലെങ്കിൽ ജനാധിപത്യത്തോട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നാമായി തന്നെ ജീവിക്കുന്നതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരെയും നമ്മെപ്പോലെ തന്നെ നമ്മൾ കാണണമെന്നുള്ളതാണ്. അതായത് എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, അതായത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മറ്റുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യണം. അതായത് എന്നോട് മറ്റൊരാൾ എന്തൊക്കെ പെരുമാറിയാലാണോ എനിക്കിഷ്ടമില്ലാത്തത്, അത് ഞാൻ മറ്റൊരാളോട് പെരുമാറാൻ പാടില്ല. അത് പഠിക്കലാണ് യഥാർത്ഥ ജനാധിപത്യം പഠിക്കലെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്നെ ആരെങ്കിലും ചീത്ത വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മറ്റാരെയും ചീത്ത വിളിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ബ്രെയിനിനെ പഠിപ്പിച്ചെടുക്കണം. അതാണ് ട്യൂക്ക് ചെയ്യുക, അതായത് റിവൈസ് ചെയ്യുക, നന്നാക്കിയെടുക്കുക എന്നാണ് എൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്. അതുപോലെ ഒരാൾ എന്നെ അടിക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മറ്റൊരാളിനെ അടിക്കാൻ പോകരുത്. അതേപോലെ തന്നെ എൻ്റെ ഒരു സാധനം മറ്റൊരാൾ മോഷ്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അപ്പം ഞാൻ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ സാധനം മോഷ്ടിക്കാതിരിക്കണം. എന്നോട് ആരെങ്കിലും നുണ പറയുന്നത് എനിക്കിഷ്ടമല്ല, അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നുണ പറയാതിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. എന്തായാലും തന്നെ GP ടോക്സിൽ ഒരിക്കലും ആരോടും തന്നെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല. കാരണം ഇത് നാളെ മോണിറ്റൈസായി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. എനിക്ക് എൻ്റെ സഹജീവികളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മീഡിയ ഉപയോഗിക്കുന്നത്. എൻ്റെ മകൻ പറഞ്ഞതുപോലെ GP ടോക്സാണ് ആൾക്കാർക്ക് ഓർമ്മിച്ച് വെക്കാനായിട്ട് എളുപ്പം. ന്യൂറോ നഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പാടായിരിക്കും. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടായാൽ അത് മോണിറ്റൈസ് ആകുന്ന ദിവസം തന്നെ ഞാനത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്തെങ്കിലും ഒരു സോഷ്യൽ കോസിന് വേണ്ടി, അതായത് ഏതെങ്കിലും ഒരു നീഡിക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു ആവശ്യമുള്ള ആളിന് വേണ്ടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തൊരുമയോടുകൂടി നമ്മുടെ ബ്രെയിനിനെ നമുക്കൊന്ന് ട്യൂക്ക് ചെയ്തെടുക്കാം, നന്നാക്കിയെടുക്കാം.